ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്സ് സ്റ്റൈൽ മില്ലറ്റ് വെച്ചിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇത് സ്ലർപ്ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസ് ആണ് കേട്ടോ. മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതും ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ആണ് സ്ലർപ്ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അതിലോട്ട് ആ വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ വെജിറ്റേറിയൻ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ചേർക്കേണ്ട, പകരം വെജിറ്റബിൾസൊക്കെ ചേർക്കാം. അതുപോലെ മുട്ട നമുക്ക് ചേർക്കാം. അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാനതിൽ ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ വെജിറ്റബിൾസ് ഒന്നും കൂടുതലായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ ഒരു പച്ചയോട് ചെറിയായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കുക്കായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതായത് ചിക്കനിലേക്കും പിന്നെ ഈ ഒരു വെജിറ്റബിൾസിലേക്കൊക്കെ ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കോഴിമുട്ട യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോഴിമുട്ട ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുട്ടനൊക്കെ ഇത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിൽ മുട്ട കൂടി ചേർത്തത്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കാം. എന്നിട്ട് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഫുള്ളായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈമിലാണെങ്കിൽ നന്നായിട്ട് വെജിറ്റബിൾസിലൊക്കെ ആ ഒരു എഗ്ഗ് ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നൂഡിൽസും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം റെഡിയാക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് അതിലിടുക. അതുപോലെ തന്നെ ഈ നൂഡിൽസിൻ്റെ കൂടെ നമുക്കൊരു പാക്കറ്റ് കിട്ടും, മസാലയുടെ പാക്കറ്റാണ്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സോയാ സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം അല്ലെങ്കിൽ സോയാ സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഫ്ലേവറൊക്കെ ആ നൂഡിൽസിൽ ഫുള്ളായിട്ട് കിട്ടണം. എന്നിട്ട് ഇതുപോലെ എപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. അപ്പോഴാണ് ആ ഫുൾ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്ലർപ്ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.